കണ്ണൂരുകാർക്ക് തെയ്യക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഉത്സവകാലമാണ്. നാട്ടിലെ കോട്ടങ്ങളിലും കാവുകളിലും വയലുകളിലും ചെണ്ടമേളത്തിൻ്റെ താളവും ചൂട്ടകളുടെ വെളിച്ചവും എല്ലാം കൂടി കണ്ണൂരുകാരൻ്റെ മനസ്സിലേക്ക് തെയ്യം അതിൻ്റെ പട്ടുമുടുത്തങ്ങ് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഓരോ വിശ്വാസിയുടെയും മനസ്സിൽ കുളിർമ ഇറങ്ങാമ ഗ്രാമാന്തരങ്ങളെയും പൂരപ്പറമ്പാക്കുന്ന ഒത്തുചേരലുകളുടെയും വിശ്വാസ സമന്വയങ്ങളുടെയും പെരുങ്കളിയാട്ടങ്ങൾ ഓരോ മനസ്സിനെയും മണ്ണിനെയും പുളകം കൊള്ളിക്കുന്ന പുണ്യദിനം ആണ് എന്നതിനോടൊപ്പം തന്നെ കണ്ണൂരുകാരനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരു സമരത്തിൻ്റെ ചരിത്രം കൂടിയുണ്ട്. കേരളത്തിലെ ജാതിക്കോമരങ്ങളുടെയുള്ള സമരത്തിൽ ചാതുർവർണ്ണകാലത്ത് കീഴ്ജാതിക്കാരനെ ദൈവമാക്കി മാറ്റിയ തെയ്യക്കോലങ്ങൾ, അവൻ്റെ അടിച്ചമർത്തലുകൾക്കെതിരെ ശബ്ദമുയർത്തിയ ആ കാലത്തെ വിശ്വാസ പ്രമാണങ്ങളുടെ പൊളിച്ചെഴുത്താണ് തെയ്യക്കോലങ്ങൾ. കണ്ണൂർ ജില്ലയിൽ തവറൂൽ എന്ന അതിമനോഹരമായ ഗ്രാമം, അവിടെ തലയെടുപ്പോടെ നിൽക്കുന്ന പിലാക്കുന്നുമ്മൽ തറവാട്, അവിടെ കുടികൊള്ളുന്ന വിശ്വാസികളുടെ പ്രിയപ്പെട്ട ശക്തിമയായ അമ്മ കരിന്തിനി ഭഗവതി. ഇന്നാട്ടുകാരുടെ ഏത് പ്രശ്നത്തിനും അമ്മയുടെ അനുഗ്രഹം തേടി എത്തുന്നവർക്ക് തെയ്യം എന്ന് പറയുന്നത് പുണ്യദിനമാണ്. ഫെബ്രുവരി ആദ്യവാരം മലയാള മാസം മകരം 20 വിശ്വാസികളുടെ മനസ്സുകളിലേക്ക് ചെണ്ടമേളത്തിൻ്റെ താളത്തോടൊപ്പം മുഖത്തെഴുത്തിൻ്റെയും ചുവന്ന പട്ടിൻ്റെയും ചൂട്ടവെളിച്ചത്തിൻ്റെയും അകമ്പടിയോടെ വിശ്വാസികളുടെ മനസ്സിലേക്ക് ഇടിമുഴക്കം പോലെ ആഗ്രഹ സാക്ഷാത്കാരത്തിനും ആനന്ദലബ്ധിക്കും വേണ്ടി ഒത്തുചേരുന്ന ഓരോരുത്തരും അവരുടെ വീണ്ടെടുക്കലുകൾ നടത്തി പുതിയ കാലത്തിലേക്ക് ഊർജം പകരുന്ന ഊർജസ്രോതസ്സാണ് കരിന്തിനി ഭഗവതി. തെയ്യങ്ങൾ അവരുടെ വിശ്വരൂപം പുൽകുന്നത് വ്രതാനുഷ്ഠാനത്തിൻ്റെ അനുഗ്രഹവും തോറ്റമ്പാട്ടിൻ്റെ വരികളിലൂടെ തന്നിലേക്ക് ദൈവചൈതന്യത്തിനെ ആവാഹിച്ച് മണ്ണിലേക്ക് ഇറങ്ങി വരുന്ന തെയ്യങ്ങളുടെ പുറപ്പാട്, അത് കണ്ടു നിൽക്കുന്ന ഓരോരുത്തർക്കും ആനന്ദലബ്ധിക്ക് ഇടയാക്കുന്നു. തെയ്യത്തിന് തിരി തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെള്ളാട്ടത്തിൻ്റെയും കാഴ്ചവരവിൻ്റെയും രാത്രികാല തെയ്യപ്പുറപ്പാടുകളുടെയും ആഘോഷമേളത്തിന് ശേഷം പുലർച്ചെ കരിന്തിനി അമ്മയുടെ പുറപ്പാട് എല്ലാ വിശ്വാസികളും ഭക്തി നിർഭരം കാത്തു നിൽക്കുന്ന പുണ്യനിമിഷമാണ്. അടുത്ത തെയ്യക്കാലത്തിൻ്റെ കാത്തിരിപ്പിനോടൊപ്പം ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ട്. കാത്തിരിപ്പ്.